ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 19. ശൗലേ, സഹോദര. അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് അനന്യാസ് പറഞ്ഞു. പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം. കർത്താവെ, എന്നെ അവിടെ ഒഴിച്ച് മറ്റെവിടെ വേണമെങ്കിലും അയക്കൂ. വിദേശ കൈമാറ്റ വിദ്യാർത്ഥിയായുള്ള 1 വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് കൗമാരക്കാരനായ എൻ്റെ പ്രാർത്ഥന അതായിരുന്നു. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് ആ രാജ്യത്തിൻ്റെ ഭാഷ അറിയാമായിരുന്നില്ല. എൻ്റെ മനസ്സ് അവിടുത്തെ ആചാരങ്ങൾക്കും ജനങ്ങൾക്കും എതിരായ മുൻവിധികളാൽ നിറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്നെ മറ്റൊരിടത്തേക്ക് അയക്കാൻ ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്താൽ ഞാൻ പോകരുതെന്ന് ആഗ്രഹിച്ചിടത്തേക്ക് കൃത്യമായി എന്നെ അയച്ചു. അവിടുന്ന് അന്ന് അത് ചെയ്തതിൽ എനിക്കിന്ന് വളരെ സന്തോഷമുണ്ട്. 40 വർഷങ്ങൾക്ക് ശേഷവും ആ നാട്ടിൽ എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. ഞാൻ വിവാഹിതനായപ്പോൾ എൻ്റെ ബെസ്റ്റ് മാൻ സ്റ്റെഫാൻ അവിടെ നിന്നാണ് വന്നത്. അവൻ വിവാഹിതനായപ്പോൾ പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഞങ്ങൾ ഉടൻ മറ്റൊരു സന്ദർശനം കൂടി പ്ലാൻ ചെയ്യുന്നു. ദൈവം ഹൃദയങ്ങളെ മാറ്റുമ്പോൾ മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. അത്തരം ഒരു പരിവർത്തനം വെറും 2 വാക്കുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ശൗലേ, സഹോദര. ശൗലിന്റെ മാനസാന്തരത്തിനു ശേഷം ശൗലിന്റെ കാഴ്ചയെ സൗഖ്യമാക്കുവാൻ ദൈവം വിളിച്ച അനന്യാസ് എന്ന വിശ്വാസിയിൽ നിന്നുള്ളതായിരുന്നു ആ വാക്കുകൾ. ശൗലിന്റെ അക്രമാസക്തമായ ഭൂതകാലം നിമിത്തം അനന്യാസ് ആദ്യം എതിർത്തു പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. എന്നാൽ അനന്യാസ് അനുസരണയോടെ പോയി. അവന്റെ ഹൃദയം മാറിയതിനാൽ അനന്യാസ് വിശ്വാസത്തിൽ ഒരു പുതിയ സഹോദരനെ സമ്പാദിച്ചു. ശൗൽ പൗലോസ് എന്നറിയപ്പെട്ടു. യേശുവിന്റെ സുവാർത്ത ശക്തിയോടെ പരന്നു. യഥാർത്ഥ മാറ്റം അവനിലൂടെ എല്ലായ്പ്പോഴും സാധ്യമാണ്. ചിന്തിക്കുക, ഹൃദയമാറ്റത്തിന് ദൈവം വിളിക്കുന്ന ഒരിടം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന് ഒരു പുതിയ വിശ്വാസിയെ നിങ്ങൾക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും? ദൈവത്തിന് മഹത്വം.